വചനം പകർത്തി എഴുത്ത് മത്സരങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? എന്നാൽ വചനം പകർത്തി എഴുതുന്നതിലൂടെ അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും ഒരുമിച്ച് കിട്ടുന്നത് എങ്ങനെയുണ്ടാവും? എന്നാൽ അത്തരം ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫിയാത്ത് മിഷന്റെയും ചങ്ങനാശ്ശേരി ബൈബിൾ അപ്പോസ്തലേറ്റിന്റെയും നേതൃത്വത്തിൽ ആസ്പിരൻസ് ക്രിപ്സ്തൂര പുതിയ നിയമം പകർത്തിയെഴുത്ത് മത്സരം നടക്കുകയാണ്. പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാം. ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. കേരളത്തിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും പങ്കെടുക്കുകയും ചെയ്യാം. പുതിയ നിയമം പകർത്തി എഴുതിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുന്നത്. ഒന്നാം സമ്മാനം വിശുദ്ധ നാട് തീർത്ഥാടനമാണ്. രജിസ്ട്രേഷനെ പറ്റിയും മത്സരത്തെ പറ്റിയുമുള്ള വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബൈബിൾ പകർത്തി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. A4 സൈസ് പേപ്പറിൽ ഇരുവശവും എഴുതാവുന്നതാണ്. എഴുതുന്ന പേപ്പറിന്റെ 4 വശങ്ങളിലും 2 സെന്റിമീറ്റർ വീതം മാർജിൻ നൽകേണ്ടതാണ്. അത് ഭംഗിയായി ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ്. ആമുഖവും അടിക്കുറിപ്പുകളും ഒഴിവാക്കാവുന്നതാണ്. ഒരു വാക്യം എഴുതി കഴിയുമ്പോൾ അടുത്ത വാക്യമായി തുടർച്ചയായി എഴുതി പോകാവുന്നതാണ്. ബൈബിളിലെ പ്രിന്റ് പോലെ ഒരു പേജ് 2ആയി വിഭജിച്ച് എഴുതേണ്ടതില്ല. എല്ലാ ഭാഗങ്ങളും അധ്യായങ്ങളും വാക്യ നമ്പറുകളും ഉൾപ്പെടെ എഴുതേണ്ടതാണ്. ബൈബിൾ എഴുതുമ്പോൾ ആദ്യ അവസാനം ഒരേ മഷി അല്ലെങ്കിൽ ഒരേ പേന ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പേന കൂടുതൽ കരുതുന്നത് ഏറ്റവും നല്ലതാണ്. ബൈബിൾ ബൈൻഡ് ചെയ്താണ് സമർപ്പിക്കേണ്ടതും.